ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിമിട്രിയസ് ഒരു അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, TM പ്ലെയർ ഓഫ് ദ സീസൺ 2023 ട്രാൻസ്ഫർ മാർക്കറ്റ് കൊടുക്കുന്ന പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡാണ് അദ്ദേഹം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം അതിന് ഡിസേർവ് ആണ്. അദ്ദേഹത്തിൻ്റെ കളിയിൽ അത് കാണിക്കുന്നുണ്ട്. കാരണം 20 മാച്ചിൽ നിന്ന് 10 ഗോളും അതുപോലെ തന്നെ 3 അസിസ്റ്റുമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ TMന്റെ 2023 പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡാണ് ഡിമിട്രിയസ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ആ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റിന് താഴെ നിരവധി ട്രാൻസ്ഫർ മാർക്കറ്റ് അക്കൗണ്ടുകളും അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒഫീഷ്യൽ ഓൾ വേൾഡിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് അക്കൗണ്ടും അദ്ദേഹത്തെ കൺഗ്രാറ്റ് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ ആശാന്റെ പ്രിയപ്പെട്ട ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള എയ്ബൻ ഡോങ്ലിംഗ് തിരിച്ചു ടീമിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആദ്യത്തെ മുംബൈ സിറ്റിയുമായിട്ടുള്ള ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിക്കൊണ്ട് അദ്ദേഹം മൈതാനം വിട്ടതാണ്. അതിനുശേഷം നിരവധി മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷേ വീണ്ടും ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ അദ്ദേഹം തിരിച്ചു ടീമിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റിക്കവറിങ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു. അദ്ദേഹം തിരിച്ചു ടീമിലെത്തിയിട്ടുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ടീമിനും ഊർജ്ജം നൽകുന്ന, സ്ട്രെങ്ത് നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം മെയിനായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ആശാൻ കണ്ട ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുന്നത് എയ്ബൻ ഡോങ്ലിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 3 മത്സരത്തിലും സ്റ്റാർട്ടിംഗ് 11 എയ്ബൻ ഡോങ്ലിംഗെ കളത്തിലിറക്കിയത്. പക്ഷേ മുംബൈ സിറ്റിയുമായുള്ള മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിക്കൊണ്ട് ബാക്കിയുള്ള കളികളൊക്കെ നഷ്ടപ്പെട്ടത്. അതിപ്പോൾ ടീമിൽ തിരിച്ചെത്തി എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിന് കുറച്ചുകൂടി സ്ട്രെങ്ത് അദ്ദേഹം മൂലം വന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ 3 മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടായിരുന്ന പ്ലേ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ബാക്കിനേക്കാളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഇമ്പാക്റ്റ് അദ്ദേഹം വന്നതിലൂടെ ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഷിങ്ലോങ്ങുമായിട്ടുള്ള മത്സരത്തിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന ISL മത്സരത്തിലും നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് കരുതാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പുതിയ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.